Hello friends, welcome back to Azus channel. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് IMO ട്രിക്സ്. ഇതിനെ ട്രിക്സ് എന്ന് പറയാൻ പറ്റില്ല. IMOയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വേണം പറയാൻ. IMO നാം സാധാരണ യൂസ് ചെയ്യാറുള്ളത് വീഡിയോ കോൾ ചെയ്യാനും ഗൾഫിലുള്ള ആളുകളെയൊക്കെ വീഡിയോ കോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നാം സാധാരണ യൂസ് ചെയ്യാറുള്ളത്. വീഡിയോ കോൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നാം വയ്ക്കാറുമുണ്ട്. എന്നാൽ IMOയുടെ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചാറ്റ് ഇൻസ്റ്റാഗ്രാമിനൊക്കെ പുറമെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ളത് IMOയിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിനും നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ വെറും 3 ഫീച്ചേഴ്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ IMO അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ദെൻ നിങ്ങളുടെ IMO എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ IMO ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക. ബട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ എന്ന ഐക്കണിൻ്റെ പകരം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പൺ എന്ന ഐക്കണിൻ്റെ പകരം നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ ഒരു അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ IMO വീഡിയോ കോൾ ആൻഡ് ചാറ്റ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ IMO ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതേപോലുള്ള ഒരു പുതിയ ഇൻ്റർഫേസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഞാൻ 3 ടിപ്സ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. 3 ഫീച്ചേഴ്സ് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. നമ്പർ 1, നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു മ്യൂസിക് കേട്ടുകൊണ്ടായിരിക്കും ആ പ്രൊഫൈൽ പേജിൽ വിസിറ്റ് ചെയ്ത് പോവുക. കാരണം നമ്മുടെ പ്രൊഫൈൽ പേജിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്താൽ അവർക്ക് ഈ മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ പ്രൊഫൈൽ പേജ് എടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഇതേപോലെ എടുക്കുക. ദെൻ നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ ഒത്തിരി മുകളിലായിട്ട് നിങ്ങൾക്കിവിടെ ഒരു മ്യൂസിക് ഐക്കൺ കാണാൻ സാധിക്കും. ഞാനിവിടെ മ്യൂസിക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്കവിടെ ഉണ്ടായിരിക്കും ആഡ് മ്യൂസിക് എന്നായിരിക്കും. ആ ഒരു ആഡ് മ്യൂസിക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് മ്യൂസിക്സ് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഒരു മ്യൂസിക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു മ്യൂസിക്കാണ് വേണ്ടത്, ഇവിടെ 4 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് കാറ്റഗറിയിൽ ഏത് മ്യൂസിക്കാണ് വേണ്ടത് ആ ഒരു മ്യൂസിക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് അല്ല വേണ്ടത്, മറ്റൊരു മ്യൂസിക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത മ്യൂസിക് അവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ റൈറ്റിലായിട്ട് ഒരു ഡിലീറ്റ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സോങ് നിങ്ങൾക്ക് ഡിലീറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് പിന്നീട് ഒരു പുതിയ സോങ് അവിടെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ദെൻ നിങ്ങളൊന്ന് ബാക്ക് അടിച്ചാൽ ആ ഒരു സോങ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് എടുക്കാം. ട്രിക്ക് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകുക. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4th ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരുപാട് കളേഴ്സിലുള്ള ഓരോ പേജ് നിങ്ങൾക്ക് അവൈലബിൾ ആയി ലഭിക്കുന്നതാണ്. ഏതൊരു പേജാണോ വേണ്ടത് ആ ഒരു പേജ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട പേജ് ഏതാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും പേജ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേജിന് ലെഫ്റ്റായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതൊരു പിക്സ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു വൈറ്റ് പേജ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് എടുക്കാം. ട്രിക്ക് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പോസ്റ്റുകൾ ഇടാം എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരു പോസ്റ്റ് ഇടാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നതല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മൈ പ്ലാനറ്റ് എന്ന ഓപ്ഷൻ. ഈ ഒരു മൈ പ്ലാനറ്റ് എന്ന ഓപ്ഷനിൽ ഷെയർ ചാറ്റ് ഫുൾ അവൈലബിൾ ആണ്. കാരണം ഷെയർ ചാറ്റ് ആപ്ലിക്കേഷൻ അല്ല, ബട്ട് ഷെയർ ചാറ്റ് ഫീച്ചറാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഷെയർ ചാറ്റ് ലഭിക്കുക എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മൈ പ്ലാനറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഷെയർ ചാറ്റിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ഫോട്ടോസും അതേപോലെ തന്നെ ഒരുപാട് വീഡിയോസും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഫണ്ണായിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിനി ഏതൊരു ഫോട്ടോ ആണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഒരു ആരോ ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ അത് നേരെ തന്നെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഏതൊരു ഷെയർ ചാറ്റ് ഫുൾ ഫീച്ചർ എന്ന് വേണം തന്നെ പറയാൻ. ഇനി നിങ്ങൾക്ക് പുതിയ പോസ്റ്റ് ഇതേപോലെ ഈ ഒരു
സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പോസ്റ്റുകളൊക്കെ ഇടുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നത് പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് പോലെ തന്നെ നമുക്ക് പോസ്റ്റുകൾ ഇടാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് താഴെ ഒരു പേജ് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ഒരു പേജ് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗാലറിയിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു പോസ്റ്റാണ് വേണ്ടത് അല്ലെങ്കിൽ വീഡിയോസ് ഏതാണ് വേണ്ടത് അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു പിക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും റൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ മാർക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിനെ ടാഗ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഹാഷ് ടാഗ്സ് ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ അവിടെ സെൻഡ് ആവുന്നതായിരിക്കും, നമ്മുടെ പോസ്റ്റുകളിലേക്ക് സെൻഡ് ആവുന്നതായിരിക്കും. ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഏതൊരു ഫോട്ടോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഇനി ആ ഒരു മൈ പ്ലാനറ്റ് ഓപ്ഷനിൽ ഫോർ യു എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അതേപോലെ ആ ഒരു ഫോട്ടോസിൻ്റെയൊക്കെ താഴെയായിട്ട് ലൈക്ക് ഓപ്ഷനും കമൻറ്റ് ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈക്കും കമൻറ്റൊക്കെ കൊടുക്കാം. ഇനി അവരെ ഫ്രണ്ട്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് സൈക്കിളിൽ പോയിട്ട് നിങ്ങൾക്ക് ആരെയാണ് ഫ്രണ്ട്സ് ആക്കേണ്ടത് അവരെ പോയിട്ട് ഫ്രണ്ട്സും ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ 3 ടിപ്സും വളരെ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് അപ്ഡേറ്റ്സ് ഇനിയും IMOയിലുണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തൊരു ഡൗട്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനെന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ടു ഓൾ.